നെതന്യാഹു സിയോൺ വിങ്സ് എന്ന് പറയുന്ന വിമാനത്തിൽ കയറി എങ്ങോട്ടോ പറന്നു പോയി എന്ന് പറഞ്ഞു. അത് എങ്ങോട്ടാ പോയത്? എന്തായി പിന്നെ സംഭവം? അത് വലിയ കൗതുകമുള്ള വാർത്തയാണ്. നെതന്യാഹു പോയോ? ആ ഉറപ്പാണോ? പക്ഷേ വിമാനത്തിൻ്റെ റൂട്ട് ഞാൻ പറയാം. ഗ്രീക്കിൽ ക്രീറ്റ് ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൻ്റെ തലസ്ഥാനമാണ് ഹെരാക്ലിയൻ. ക്രീറ്റ് ദ്വീപിൻ്റെ തലസ്ഥാനം. ക്രീറ്റ് ദ്വീപിൻ്റെ തലസ്ഥാനമായ ഹെരാക്ലിയനിലേക്ക് നെതന്യാഹുവിൻ്റെ എയർഫോഴ്സ് 1 എന്ന് പറയാവുന്ന വിങ് ഓഫ് സിയോൺ പറന്നു. ഇതാണല്ലോ നിങ്ങൾ പറയുന്നത്. വിങ് ഓഫ് സിയോൺ പറന്നു. അത് ബേർഷിബയിലെ നെബാറ്റിം എന്ന് പറയുന്ന ആർമി ബേസ്, ഇസ്രയേലിൻ്റെ ആണ്. ആ ആർമി സൈനിക താവളത്തിൽ നിന്ന് ഇന്ത്യൻ സമയം 3 മണിക്കാണ് മിനിഞ്ഞാന്ന് ആ വിമാനം പറന്നത്. എന്നിട്ട് ആ വിമാനം നേരെ പറന്ന്, അത് ഒരു ഫോറക്സ് ISR ബോയിങ് 767-338 വിമാനമാണ്. അതാണ് ഈ വിങ് ഓഫ് സിയോൺ എന്ന് പറഞ്ഞ വിമാനം. അത് പറന്നു, ശരിയാണ്. അത് നെതന്യാഹു പറക്കുന്ന വിമാനമാണ്. അതാണ് വാർത്തകളിൽ വന്നത്. വാർത്തകളിൽ വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആ വിമാനം അങ്ങ് പറന്നു, ഇന്ത്യൻ സമയം 3 മണിക്ക് പറന്നു. എന്നിട്ട് അത് ഹെരാക്ലിയനിൽ ഇറങ്ങി. 4:46 ഈ വിമാനം, 3 മണിക്ക് പുറപ്പെട്ട വിമാനം 4:46, 1 മണിക്കൂറും 46 മിനിറ്റും കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ ക്രീറ്റ് ദ്വീപിൻ്റെ തലസ്ഥാനമായ ഹെരാക്ലിയനിൽ ഇറങ്ങി. എന്നിട്ടോ അടുത്താണ് ഏറ്റവും രസകരമായ. അത് കഴിഞ്ഞ് വിമാനം 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. 7 മിനിറ്റ് മാത്രമേ അവിടെ നിന്നുള്ളൂ. 7 മിനിറ്റ് കഴിഞ്ഞ് പഴയ പോലെ പറന്ന് ബേർഷിബയിലെ നെവാറ്റിം ആർമി ബേസിൽ വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വിമാനത്തിൽ കയറി എങ്ങോട്ടോ പോയതല്ല. ആ വിമാനം 7 മിനിറ്റ് മാത്രമാണ് ആ എയർപോർട്ടിൽ നിന്നത്. എന്നിട്ട് തിരിച്ചുപോയി, വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോൾ എന്തിനായിരിക്കും ഒരു വിമാനം 1.25 മണിക്കൂറെടുത്ത് പറന്ന്? ഗ്രീസും ഇസ്രയേലുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള രാജ്യമാണ്, വളരെ അടുത്ത ബന്ധമാണ്, വളരെ ആത്മാർത്ഥ സൗഹൃദമുള്ള രാജ്യമാണ്. അവിടെ നിന്ന് പറന്ന് ഗ്രീസിലെ ഈ പറഞ്ഞ ദ്വീപിലെ വിമാനത്താവളത്തിൽ ഇറങ്ങി 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പറന്നു. 7 മിനിറ്റിനുള്ളിൽ എന്തെല്ലാം സംഭവിച്ചിരിക്കാം? എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും കൈമാറ്റമാണോ? ഒരു പക്ഷേ അതായിരിക്കാം. അവിടെ എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ ആരോ കാത്തു നിന്നിരുന്നു. ഈ വിമാനത്തിൽ നിന്ന് വന്ന ഒരാൾ എന്തെങ്കിലും കാത്തു നിന്ന ആൾക്ക് കൊടുത്തു. എന്നിട്ട് വിമാനം തിരിച്ചുപോയി. അത് ആരുടെ വിമാനം? പ്രധാനമന്ത്രി പറക്കുന്ന അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള, ആക്രമിക്കാനും പ്രതിരോധിക്കാനും വരെ ശേഷിയുള്ള ഒരു പറക്കും തലസ്ഥാനം പോലെ, പറക്കുന്ന ഇസ്രായേൽ പോലെയുള്ള വിമാനമാണ് വിങ് ഓഫ് സിയോൺ. ആ വിമാനം 7 മിനിറ്റ് അവിടെ നിന്ന് എന്തോ കൈമാറിയിട്ട് പോയി. എന്തായിരിക്കാം കൈമാറിയിരിക്കുന്നത്? ഒന്ന്, അല്ലെങ്കിൽ ആ വിമാനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നെതന്യാഹു ഉണ്ടായിരുന്നു. നെതന്യാഹു അവിടെ ഇറങ്ങി, എന്നിട്ട് വിമാനം തിരിച്ചുപോയി. ആണല്ലോ, അങ്ങനെ വരാം. മൂന്നാമതൊരു സാധ്യത കൂടെയുണ്ട്. മറ്റാരെങ്കിലും കൊണ്ടുവരാനോ? അങ്ങനെയായിരിക്കും, ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകാനായിരിക്കാം. ഓക്കെ, നാലാമത്തെ സാധ്യത ഞാൻ പറയാം. ഒരു അടിയന്തര ഘട്ടമുണ്ടെങ്കിൽ പറന്ന് ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ചു പോകാനുള്ള ട്രയലാവാം, അല്ലേ? നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ, ഇവിടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയൊക്കെ നമ്മുടെ നാട്ടിൽ സന്ദർശനം വരുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ ഒരു ട്രയലുണ്ട്. അവരുടെ വാഹനമൊക്കെ പോകുന്ന ഒരു മോട്ടോർക്കേഡ് ഇങ്ങനെ പോയിട്ട് ഒരു ട്രയൽ റൺ 2-3 തവണ നടത്തും. അതുപോലത്തെ ഒരു ട്രയൽ റണ്ണാണോ? ഇങ്ങനെ 3-4 ചോദ്യങ്ങളുണ്ട്. ഇനി ആ വിമാനത്തിൽ നെതന്യാഹു ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട്. കാരണം ഇവരൊക്കെ പറഞ്ഞത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാവുന്നു. ഒന്നെങ്കിൽ ഇറാനെ ആക്രമിക്കുന്ന ഇസ്രായേലായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നായിരിക്കും എന്നൊക്കെ തിയറിയുണ്ട്. അപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അങ്ങനെ ആക്രമിച്ചാൽ ഞങ്ങളുടെ ശത്രു രാജ്യങ്ങൾ, അമേരിക്കയായിട്ട് ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളെയും, അമേരിക്കൻ പട്ടാളക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കയറി ഞങ്ങൾ അടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പട്ടാളക്കാരുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? ഇസ്രായേലാണ്. അവിടെ താട് കൊണ്ടുവച്ചിട്ടുണ്ട്. താട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം അമേരിക്കൻ പട്ടാളക്കാരുണ്ട്. ഓർക്കുന്നില്ല, യുദ്ധകാലത്ത് താട് കൊണ്ടുവച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കും. ഇനി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പോലും അടി ഇസ്രായേലിന് നേരെയും വരും, ഇറാൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പേടിച്ച് നെതന്യാഹു നാട് വിട്ടു എന്നിട്ട് കരക്കമ്പി ഉണ്ടായിരുന്നു. അത് ഈ സുഡാപ്പികൾ പറഞ്ഞു, എടാ ഇതിലും വലിയ യുദ്ധം വന്നിട്ട്, ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ആളാണ് നെതന്യാഹു. കടുത്ത യുദ്ധം നടന്ന അദ്ദേഹത്തിൻ്റെ വീട് നേരെ പോലും ആക്രമണമൊക്കെ നടന്ന സമയത്ത് നെതന്യാഹു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധം തുടങ്ങിയിട്ടില്ല, അടി വരും കേട്ടോ എന്നാരോ പറയുമ്പോഴേ നെതന്യാഹു വണ്ടി പിടിച്ച് ഗ്രീസിൽ പോയി ഒളിച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ഭാവനാവിലാസത്തിന് നമോഭാഗം എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒന്നുമില്ല. നെതന്യാഹു ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അയാളൊരു സോൾജിയറാണ്, അയാൾ കമാൻഡോ ആയിരുന്നു, അല്ലേ? അയാളുടെ സഹോദരൻ ഒരു വിഖ്യാതമായ ഒരു സൈനിക മൊസാദിൻ്റെ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആളാണ്, അങ്ങനെ കൊല്ലപ്പെട്ട ആളാണ്. അങ്ങനെ പട്ടാളക്കാരൻ്റെ രക്തമാണ് നെതന്യാഹുവിൻ്റെ ബീബിയുടെ ചോര.
ശരീരത്തിലോടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധം വരുന്നു എന്ന് കേൾക്കുമ്പോഴേ വണ്ടി പിടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞവരുടെ ഭാവനാവിലാസത്തിന് നമുക്ക് വീണ്ടും ഒരു നമോഭാഗം പറയണം. അപ്പോൾ ഏതായാലും നെതന്യാഹുവിൻ്റെ വിമാനം പോയി. നെതന്യാഹുവിൻ്റെ വിമാനം എന്തിനാണ് പോയത് എന്നുള്ളതിൻ്റെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ നെതന്യാഹു ഒളിച്ചോടി പോയാന്നിരിക്കട്ടെ, ഒളിച്ചോടി പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് ഈ ഫ്ലൈറ്റ് റഡാറിലൊക്കെ ഈ വിമാനം കാണുന്നത്? ആ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിട്ട് വിമാനം പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വിമാനം പറക്കുന്നുണ്ട്, നീയൊക്കെ വേണേൽ കണ്ടോടാ എന്ന് പറഞ്ഞിട്ടാണ് വിമാനം പോയത്. അതാണ് ഏറ്റവും കൂടുതൽ സംശയം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു രഹസ്യ ദൗത്യത്തിനാണ് ഗ്രീസിലേക്ക് ഹെറാക്ലിയൻ ഐലൻഡിലേക്ക് പറന്നു പോയതെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തില്ല? അത് വലിയ ചോദ്യമാണ്. രഹസ്യമായിട്ട് പോയത്, ഇതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിമാനം പോകുന്ന അറിയത്തില്ല. അങ്ങനെ സൈനിക വിമാനങ്ങൾ അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ദുരൂഹതയുണ്ട്. ഇനി പറയുന്ന വേറെ കാര്യമുണ്ട്. ഇസ്രായേലിലെ പത്രങ്ങൾ, മാധ്യമങ്ങൾ പറയുന്നത് നിങ്ങൾ ലോകത്തുള്ളവരൊക്കെ ഇങ്ങനെ നിങ്ങൾ ദുരൂഹത, കോൺസ്പിറസി തിയറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഈ വിമാനം പറന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ കോടതിയിലുണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരെ അഴിമതി കേസുണ്ട്, അഴിമതി കേസിൽ കോടതിയിൽ അതിലായി മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഇല്ലാതെ ഈ വിമാനം പറന്നത് എന്തിനാ? അപ്പോൾ ആ വിമാനത്തിൽ പ്രധാനമന്ത്രി അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ട്? ഇനി ഇസ്രായേൽ പ്രസിഡന്റ് ഉണ്ടായിരുന്നോ? എന്താണെന്നറിയില്ല. വലിയ ദുരൂഹതയാണ്. അപ്പോൾ വിമാനം ചുമ്മാ എടുത്ത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വിമാനമൊന്നും പോകത്തില്ല. അപ്പോൾ എന്തോ വലിയൊരു ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അതിൽ ഗ്രീസിനെ കൂടെ പങ്കാളിയാക്കാനുള്ള ഒരു ദൗത്യം വരുന്നുണ്ട്. ആ ദൗത്യം നടക്കുന്നു എന്ന് ലോകം അറിയണം. അതിനാണ് ഈ വിങ്സ് ഓഫ് സിയോൺ എന്നുള്ള വിമാനം പറഞ്ഞത്. അത് ചിലരൊക്കെ പറയുന്ന പോലെ വിമാനം കാണാതായി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഞാൻ വേറൊരു ചാനലിൽ കണ്ടു, ഈ നെതന്യാഹുവിൻ്റെ വിമാനം കാണാതായി. വിമാനം ഒന്നും കാണാതെ, വിമാനം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ കൊച്ചിയിൽ ഇരിക്കുന്ന ഈ കുഞ്ഞു ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് വിമാനം ബേഷിബയിലെ നെവാറ്റിം എയർബേസിൽ നിന്ന് ഇന്ത്യൻ സമയം 3 മണിക്ക് പറന്നു. എന്നിട്ടത് ആ വിമാനം AX-ISR ബോയിങ് 767-338 എന്ന് പറയുന്ന വിങ്സ് ഓഫ് സിയോൺ എന്നുള്ള വിമാനമായിരുന്നു. അത് 4:46 ഹെറാക്ലിയനിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് 7 മിനിറ്റ് കഴിഞ്ഞ് 4:53 തിരിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ വിമാനം കാണാതെ പോയാലാണോ? കാണാതെ പോയ വിമാനത്തിൻ്റെ സമയവും ലാൻഡ് ചെയ്തൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ചുമ്മാ ഈ ആളുകളെ ഇങ്ങനെ വിഭ്രമിക്കാൻ വേണ്ടിയിട്ട് വ്യാജ വാർത്ത ഉണ്ടാക്കുന്നതിൻ്റെ സ്വഭാവമാണ്. നെതന്യാഹുവിൻ്റെ വിമാനം കാണാതെ പോയി എന്നൊക്കെ. വിമാനം ഒന്നും കാണാതൊന്നും പോയില്ല. വിമാനം കൃത്യമായി എല്ലാവരും കണ്ട്, ലോകം മുഴുവൻ കണ്ടാണ് ഈ വിമാനം പറഞ്ഞത്. അതെ, കാരണം അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി എവിടെ എപ്പോൾ പുറപ്പെട്ടു, എവിടെ ഇറങ്ങി, എപ്പോൾ തിരിച്ചു പോയി എന്നുള്ള കൃത്യമുള്ള ഡാറ്റ ലഭ്യമാണ്. ഡാറ്റ ലഭ്യമായിരിക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ വിമാനം കാണാതെ പോയി എന്ന് പറയുന്നതിനകത്ത് എന്താ പ്രസക്തി? വിമാനം നെതന്യാഹു വിമാനം കാണിച്ചാണ് പറഞ്ഞത്, അല്ലേ? കാണാനില്ല, കണ്ടോടാ, ഞാൻ എൻ്റെ വിമാനം ഇവിടെ നിന്ന് നേരെ എൻ്റെ പട്ടാള ക്യാമ്പിൽ നിന്ന് ഗ്രീസിലേക്ക് പോകുന്നു, അവിടെ ഇറങ്ങുന്നു, അവിടെ എനിക്കൊരു 7 മിനിറ്റ് ഒരു പണിയുണ്ടായിരുന്നു, ആ പണി തീർത്തിട്ട് എൻ്റെ വിമാനം തിരിച്ചു പോകുന്നു, കണ്ടോളൂ ലോകമേ എന്ന് പറഞ്ഞാൽ നെതന്യാഹു പോയത്. അതെന്തിനാണ് എന്നുള്ള ചോദ്യം, അതിനുത്തരം പറയാൻ നമുക്കറിയത്തില്ല, അറിയില്ല. അപ്പോൾ എന്തിനാണ് വളരെ ദുരൂഹമായി തൻ്റെ സാന്നിധ്യം, തൻ്റെ വിമാനത്തിൻ്റെ ഒരു പറക്കൽ നെതന്യാഹു കാണിച്ചു? നമ്മൾ പറഞ്ഞത് ഡൂംസ്ഡേ പ്ലെയിൻ പറക്കുന്നു അമേരിക്കയിൽ. ആണവയുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് പറക്കും പെൻറ്റഗൺ എന്ന് പറയുന്ന ഒരു ആണവയുദ്ധം ഉണ്ടായാൽ 1 മാസം വരെ അന്തരീക്ഷത്തിൽ പറന്നു നിന്ന് അമേരിക്കൻ സൈന്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റുന്ന ആണവായുധങ്ങളുടെ നിയന്ത്രണവും കമാൻഡും വരെ നിർവഹിക്കാൻ പറ്റുന്ന ഡൂംസ്ഡേ പ്ലെയിൻ അമേരിക്കയിൽ പറന്നു. എന്തിനു പറന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അമേരിക്കയിൽ ആ വിമാനം ജനുവരി 6-നും ജനുവരി 8-നും പറന്നു. നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ദുരൂഹമാണ് എന്ന് പറയുന്ന പോലെ നെതന്യാഹുവിൻ്റെ വിമാനവും ഇങ്ങനെ ഗ്രീസിലേക്ക് പോയിട്ട് 7 മിനിറ്റ് കൊണ്ട്, ഒരു നേരത്തെ പ്രിയം പറഞ്ഞ പോലെ ഒരു കത്ത് കൊടുത്തയക്കാനാണ് ഈ പ്രധാനമന്ത്രിയുടെ വിമാനം പോകേണ്ടതായി കേട്ടോ. ഇല്ല, അവിടെ പോയിട്ട് രേഖ കൈമാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇനി എന്തെങ്കിലും ചരക്ക് കൈമാറാനാണെന്നിരിക്കട്ടെ, ഒരു ട്രാൻസ്പോർട്ട് വിമാനം അയച്ചാൽ പോരെ, ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇത് കാണണം, നെതന്യാഹുവിൻ്റെ വിമാനം പറന്നിറങ്ങുന്ന കാണണം, എന്നിട്ട് അതിലൂടെ ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചു. അത് വല്ലാത്ത ദുരൂഹതയാണ്. അപ്പോൾ ലോകത്ത് ഇങ്ങനെ ഡിഫൻസ് സൈറ്റുകളൊക്കെ നോക്കുന്ന ആളുകൾ അത്ഭുതപ്പെടും, എന്തിനാണ് ഒരു ഷോ ഇങ്ങനെ ഇസ്രായേൽ നടത്തിയത്, നെതന്യാഹു എന്തിനാണ് ഈ ഷോ നടത്തിയത് എന്നൊരു ഉത്തരം കിട്ടും. പക്ഷേ ഇപ്പോൾ കിട്ടത്തില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നെതന്യാഹു ഇപ്പോൾ ഈ ട്രംപ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡ് പിടിക്കും, പട്ടാളത്തിനെ സജ്ജമാക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാറ്റോയിലെ രാജ്യങ്ങൾ, ഡെൻമാർക്കും ജർമ്മനിയും UK-യും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഗ്രീൻലാൻഡിലേക്ക് പട്ടാളത്തെ അയക്കുക. അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നാറ്റോയിലെ അംഗമായ ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ച ബാക്കി എല്ലാവരും കൂടെ എതിർക്കണം. അപ്പോൾ നാറ്റോയിലെ അംഗമായ ഡെൻമാർക്കിനെ ആക്രമിച്ച് ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നാറ്റോയുടെ അപ്പനായ ട്രംപ് വന്നാലും ഞങ്ങൾ എന്തു ചെയ്യും, ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ള ഒരു സന്ദേശവുമായിട്ട് ഇപ്പം
ഫ്രാൻസ് ഉൾപ്പെടെ ഫ്രാൻസ് ഇപ്പോൾ ട്രൂപ്പിൻ്റെ എണ്ണം കൂട്ടുകയാണ്. ഗ്രീൻലാൻഡിലേക്ക് സൈന്യത്തെ അയക്കണോ നാറ്റോ രാജ്യങ്ങൾ, വല്ലാത്തൊരു കാലുഷ്യം ലോകത്ത് വരുന്നുണ്ട്. അപ്പോൾ ലോകം ഇപ്പം നമ്മൾ നിർവചിക്കാനാവാത്ത പ്രതിസന്ധികളിലൂടെ സമസ്യകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്ത് ഷോയാണ് നെതന്യാഹു നടത്തിയതെന്ന് നമുക്കറിയില്ല, പറയാനറിയില്ല. അതുകൊണ്ട് നമ്മൾ ഊഹാഭോഗങ്ങൾക്ക് പറയുന്നത്, അങ്ങനെ ഊഹാഭോഗം എന്ത് പറയാനാണ്? ഇനി നാളെ നെതന്യാഹു നാളെ പോയി ഈ പറയുന്ന ഹെരാക്ലിയൻ ദ്വീപിൽ ഒളിക്കാൻ വേണ്ടി പോയി എന്ന് പറയാൻ പറ്റും? അതിൻ്റെ ഒന്നും ആവശ്യം നെതന്യാഹുവിനില്ലല്ലോ. സംതിങ് എന്തോ സംഭവിക്കാൻ, എന്തോ വലുത് വരാനിട്ടുണ്ട്. അപ്പോൾ അത് ലോകം അറിയണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെതന്യാഹു പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ലൈവാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ ഒരു സത്സംഗം പോലത്തെ ഒരു ചാനൽ, പുണ്യം എന്നാണ് അതിൻ്റെ പേര്. ആ ചാനൽ കൂടി, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. ആധ്യാത്മിക ചാനലാണ്. നല്ല മനുഷ്യനായി, ഒരു സനാതനിയായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന അബാലവൃദ്ധം കുടുംബാംഗങ്ങളും നിശ്ചയമായും കാണേണ്ടുന്ന ഒരു ചാനലാണ് പുണ്യം. ഈ രണ്ട് ചാനലുകളും ഉറപ്പായും ഇന്ത്യ ലൈവ് കണ്ടാൽ ഉടനെ നിങ്ങൾ IND എന്ന് പറയുന്ന നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.